മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ചരിത്രത്തിലുടനീളം ഒട്ടേറെ വിശുദ്ധർ നമുക്കിടയിൽ നടന്നുപോയിട്ടുണ്ട്. ലോകത്തെ പിടിച്ചുകുലുക്കിയ അത്ഭുതങ്ങളോ വലിയ പ്രൗഢിയോട് കൂടിയ ജീവിത രീതി കൊണ്ടോ ആയിരുന്നില്ല അവർ അത് ചെയ്തത്. മറിച്ച് മൗനത്തിലൂടെ, സേവനത്തിലൂടെ, സ്നേഹത്തിലൂടെയാണ് അവർ അത് ചെയ്തത്. അവർ വാചാലമായ പ്രസംഗങ്ങൾ കൊണ്ടോ ശക്തമായ നേതൃപാടവം കൊണ്ടോ അറിയപ്പെട്ടില്ല. അവരുടെ ലാളിത്യവും കുറവുകളും കാരണം അവർ പലപ്പോഴും പരിഹസിക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു. ഇതിനെല്ലാം നടുവിൽ അവരെ പിടിച്ചു നിർത്തിയത് സ്നേഹത്തിൻ്റെ, ദൈവാശ്രയത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ കനലുകളായിരുന്നു. അത് അവരിലേക്ക് പകർന്നതോ ഈശോയുടെ തിരുഹൃദയവും. ഇന്ന് നഴ്സസ് ടൈമിൻ്റെ ഹോളി ടോക്സ് എന്ന ഈ എപ്പിസോഡിൽ UAE-യിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളെ സ്വാധീനിച്ച ഒരു വിശുദ്ധയെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുമ്പോൾ കുറവുകൾക്ക് മധ്യേ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് അനുഭവിച്ചറിയാം. ഹായ്, ഗുഡ് ഈവനിങ് ചേച്ചി. ഹായ്, ഗുഡ് എന്തുണ്ട്? ഈവനിങ്. സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു ചേച്ചി. കുറെ നാളായല്ലോ എന്നെ കണ്ടിട്ട്. യെസ്. ഇന്നെന്താ ലേറ്റ് ആയേ? നല്ല ലേറ്റ് ആയി ചേച്ചി, നല്ല തിരക്കായിരുന്നു. ആകെ വല്ലാത്തൊരു ഷിഫ്റ്റ്. അപ്പൊ അത് കാരണം ഇപ്പൊ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഓടിയതാ ശരിക്കും പറഞ്ഞാല്. ശരി. നീ കഴിഞ്ഞ ദിവസത്തെ നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രയറിന് വന്നില്ലല്ലോ. വന്നില്ലായിരുന്നു ചേച്ചി. ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ടയർഡായി പോയായിരുന്നു. ശരി. അപ്പൊ അത് കാരണം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊരു വിഷയത്തെ കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്കഷന്. ഓക്കെ. അപ്പം ഞാൻ ആക്ച്വലി പിങ്കിയുടെ ഒരു ബുക്ക് മേടിക്കാനും കാരണം ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനാ. അപ്പം കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത വിശുദ്ധ ഇതാണ്. പുതിയ വിശുദ്ധയാണല്ലോ, കേട്ടിട്ടുമില്ല. പുതിയ വിശുദ്ധയല്ല, നമ്മൾ അധികം കേട്ടിട്ടില്ല ആളെ കുറിച്ച്. ഇത് എന്താ ഈ ബുക്ക് കയ്യില്? എടാ അതെ, ലിൻഡു ചേച്ചിക്ക് ഒരു ബുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മിനിസ്ട്രിയിലെ കൂട്ടായ്മയുടെ പ്രേയറിനിടയിലാണ് ആളെ കുറിച്ച് കൂടുതൽ കിട്ടും. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ വേദപാഠത്തിന്റെ പിള്ളേർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന. ആഹാ, വന്നല്ലോ. സുഖമായിട്ടിരിക്കുന്നു. വായോ മേബിളെ. ഞാനാണെങ്കിൽ നീ കഴിഞ്ഞ പ്രെയർ മീറ്റിങ്ങിന് പറഞ്ഞ വിശുദ്ധിയെ കുറിച്ച് സച്ചിന് പറഞ്ഞു കൊടുക്കാനിരിക്കായിരുന്നു. എനിക്ക് വേണ്ടടാ, താങ്ക് യു. കുറച്ച് വെള്ളം കൊടുക്കാൻ, എനിക്ക് കോഫി വേണ്ട. ലേറ്റ് ആയില്ലേ? ബിസി ആയിരുന്നു ചേച്ചി. നല്ല തിരക്കായിരുന്നു, മുഖത്ത് കാണാനുണ്ടല്ല. ഓ, ഞാനാണ് വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ബുക്കിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാ. എനിക്ക് തോന്നി ചേച്ചി വന്നിട്ട് ഒത്തിരി സമയം. ഇല്ല, അത് സാരില്ല. പിന്നെ എനിക്കിത് കൂടുതൽ വായിക്കാൻ പറ്റിയല്ലോ. എനിക്ക് എന്തായാലും അത് നന്നായി ഒരു തരത്തില്. സച്ചിൻ കേട്ടില്ലായിരുന്നു അല്ലേ നമ്മുടെ അന്നത്തെ വിശുദ്ധയുടെ? അതെ. സച്ചിനെ, വിശുദ്ധയെ കുറിച്ച് നമ്മളോട് പങ്കുവെച്ച മേബിള് തന്നെയാ നമ്മുടെ കൂടെ എന്നുള്ളത്. കഥയൊക്കെ പറഞ്ഞു തരാം സച്ചിന്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നഴ്സുമാരുടെ പാട്രൺ സെയിന്റ് ആരാന്നറിയോ? നഴ്സിംഗ് ഇൻസ്ട്രക്ടറുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നീ അത് പറഞ്ഞത്. ഫ്ലോറൻസ് നൈറ്റിംഗേല്, ഫൗണ്ടർ ഓഫ് നഴ്സിംഗ്. മേബിൾ ചോദിച്ചത് പേട്രൺ സെയിന്റ് ഓഫ് നഴ്സസ് ആരാണെന്നാ. അത് ഇതാ. സെന്റ് മരിയ ബെറ്റില ബോസ്കാർഡി.
ഓക്കെ, അതൊരു പുതിയ അറിവാണ് എനിക്ക്. ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി സച്ചിനെ കഥ എന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ. ഈ സെന്റ് മരിയ ബെർട്ടില ബോസ്കാർഡിന്റെ ചെറുപ്പത്തിൽ അന്ന ഫ്രാൻസിസ്കോ ബോസ്കാർഡ് എന്നായിരുന്നു പേര്. ഈ വിശുദ്ധ 1888 ഒക്ടോബറിൽ 6-ാം തീയതി ഇറ്റലിയിലാണ് ജനിക്കുന്നത്. ഈ വിശുദ്ധയുടെ കുട്ടിക്കാലം വളരെയധികം കഷ്ടപ്പാടുകളും എല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതായിരുന്നു. ഒരു സാധാരണക്കാരിയായ ഒരു വിശുദ്ധ. കാരണം പിതാവ് വളരെ മദ്യപാനിയും അക്രമാസക്തനും അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് വീട് നോക്കാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ മരിയും അമ്മേനെ സഹായിക്കാൻ വീട്ടുജോലികളിലും വയലിലെ പണികൾക്കും പശുവിനെ നോക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവൾക്ക് സ്കൂളിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിമിതമായിട്ട് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ സ്കൂളിൽ എന്ന് വെച്ചാൽ ഇവളുടെ ഭയങ്കര സ്ലോ ആയിരുന്നു. പറയില്ലേ, നമ്മളൊരു മന്ദഗതി കുട്ടിയായിരുന്നു അവൾ. അത് കാരണം സഹപാഠികളൊക്കെ അവളെ കളിയാക്കുമായിരുന്നു. വാത്തെന്ന് വിളിച്ച് അവളെ കളിയാക്കിയായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമല്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവള് എന്നും പള്ളിയിൽ പോയി ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതായിരുന്നു അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രമം. എല്ലാ പണികളുടെ ഇടയിലും അവൾ ഓടിപ്പോയി ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിലൊന്ന് ചിന്തിച്ചു നോക്ക് അല്ലേ? അല്ല ചേച്ചി, ഒന്ന് ചിന്തിച്ചു നോക്ക്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്കൂളിൽ പല തരത്തിലുള്ള പഠന ശൈലിയിലൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരാൾ നമ്മളിങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നത് നമ്മളങ്ങ് ആപ്പാടെ ആവൂല്ലേ. പക്ഷെ ഈ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ട് ആള് എടുത്തില്ല. കാരണം ആള് തന്നെ മനസ്സിലാക്കുവാണ് ആൾക്ക് കഴിവുകൾ കുറവാണെന്ന്. പക്ഷെ ആളത് പ്രാർത്ഥനയിലാണ് ആശ്രയം നേടിയത്. പഠനം കഴിഞ്ഞിട്ടാണെങ്കിലും അതായത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ ആള് അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ചു, കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചു. അപ്പൊ കന്യാസ്ത്രീ ആവാനായിട്ട് ആൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പക്ഷെ ആദ്യമൊന്നും ആളുടെ കഴിവില്ലായ്മ കാരണം ഒരു സന്യാസ സഭയിലും ആളെ സ്വീകരിക്കുന്നില്ല. പിന്നീട് ഇങ്ങനെ ചേച്ചി അത് മേബിൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതായത് തൻ്റെ കുറവുകളെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ചെന്ന് പറയാൻ തയ്യാറായി. അതായത് സെന്റ് ദൊറോത്തി സിസ്റ്റേഴ്സ് ആണ് അവസാനം കന്യാസ്ത്രീ മഠത്തിലേക്ക് സ്വീകരിച്ചത്. അവസാനം സെന്റ് ദൊറോത്തി സിസ്റ്റേഴ്സിന്റെ സമൂഹത്തിൽ ചെന്നിട്ട് സിസ്റ്റർ മരിയ പറഞ്ഞ വാക്കുകളുണ്ട്. അതായത് എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല, പക്ഷെ എനിക്കൊരു വിശുദ്ധയാവണം. ആ വാക്കുകളുടെ ഒരു പ്രതിഫലനവും യേശുവിൻ്റെ ഒരു പ്ലാനും ആയിരിക്കണം ആ സമൂഹം അവളെ സ്വീകരിക്കാൻ തയ്യാറാവുകയും അങ്ങനെ സിസ്റ്റർ മരിയ ബോസ്കാർഡിൻ എന്ന പേര് നൽകുകയും ചെയ്തു. അതിനകത്ത് ഞാൻ ആ സെന്റൻസ് എത്ര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് അന്നും തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സാധാരണഗതിക്ക് ആരും അങ്ങനെ ഒരു വീഴ്ച പുറത്ത് പറയുന്ന ഒരു രീതി ആയിരുന്നില്ല. കാരണം മരിയ ബോസ്കാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തുനിന്നും തഴയപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു പുരോഹിതൻ മതബോധന ഗ്രന്ഥം ആളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മതബോധന ഗ്രന്ഥം കൊണ്ടാണ് ആൾ എല്ലായിടത്തും പോകുന്നതും ധൈര്യം സംഭരിച്ചു പോകുന്നതും ഒക്കെ. പുരോഹിതന്റെ ലെറ്ററിന്റെ പേരിലാണ് ഈ സന്യാസ സമൂഹത്തിലെ ആളെ അവർ സ്വീകരിക്കുന്നത്. പക്ഷെ അതെന്തൊരു അവസ്ഥ. അത് മാത്രമല്ല, ഈ മതബോധന ഗ്രന്ഥം സിസ്റ്റർ മരിച്ചപ്പോ വരെ അവരുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. ശരി, ഞാൻ നോക്കുന്നു. എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ളവർ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മളെ ബാധിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. എനിക്ക് ഓൾറെഡി ഉണ്ട് അറിഞ്ഞു വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ലെസൺ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു മരിയ ബെർട്ടിലയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ജീവിതത്തിൽ മുന്നോട്ട്, കാരണം എവിടെയെല്ലാം പോയിട്ടുണ്ടോ എല്ലായിടത്തും തഴയപ്പെടുകയോ ചെയ്തത്. അപ്പൊ അത് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആ ഒരു രീതി അതെന്നെ നന്നായിട്ടൊന്ന് സ്പർശിച്ചു കേട്ടോ. എപ്പോഴും ഈ വിശുദ്ധയുടെ ജീവിതത്തിൽക്കൂടെ മേബിൽ കിടന്നു പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ദൈവം തീരുമാനിക്കുന്നിടത്തേക്ക് പോകാനുള്ളൊരു വലിയ മനസ്സ് എപ്പോഴും സിസ്റ്റർ മരിയ കാണിച്ചിരുന്നു. ചിലപ്പോൾ ആ ഒരു മനസ്സുകൊണ്ടായിരിക്കും ദൈവം അവൾക്ക് ചേർന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്ര കുറവുകൾ ഉണ്ടായിട്ടും ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഈ കന്യാസ സമൂഹത്തിലേക്ക് ചെന്നെങ്കിലും ചെറിയ ചെറിയ പരിമിതമായ അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ മാത്രമാണ് അവൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അവളുടെ കുറവുകളാവാം അതിനൊരു കാരണം. പക്ഷെ പിന്നീട് അവളുടെ ഈ സ്വഭാവത്തിൻ്റെ ഈ പ്രത്യേകത, എന്തിനും റെഡി ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പിന്നീട് അവളെ നഴ്സിംഗ് പഠനത്തിന് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആള് നഴ്സിംഗ് പഠനത്തിന് പോകുമ്പം
അവിടെയാണ് ആക്ച്വലി ആള് തൻ്റെ ദൈവവിളി എന്താണെന്നും താൻ ഇങ്ങനെയുള്ള എന്തൊരു ഫീൽഡിലേക്കാണ് തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ ആൾക്ക് കിട്ടിയതും അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിച്ചതും ഒക്കെ അന്നേരമാണ്. ഈ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ പോയെങ്കിലും ആളത്ര പഠനത്തിൽ മുൻപന്തിയിലൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം കുറവുകളുണ്ടായിരുന്നു. ആൾക്കാരെ ഒത്തിരി ഭാരിച്ച ജോലികളോ ഉത്തരവാദിത്തപ്പെട്ട ജോലികളോ ഒന്നും ആളെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആള് എവിടെയൊക്കെ പഠനം കഴിഞ്ഞിട്ടും പഠിക്കുമ്പോഴും ഒക്കെ ആളെ ഏതൊക്കെ രോഗികളുടെ അടുത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവർക്കും ആളെ മതി. അപ്പം ആൾക്കുണ്ടായിരുന്ന പ്രാധാന്യം കൂടെ ഉണ്ടായിരുന്നവർക്ക് അത്ര തൃപ്തികരമല്ലായിരുന്നു. അപ്പൊ അവര് സിസ്റ്റർ മരിയക്കെതിരെ കുറ്റങ്ങൾ പറയാനും അല്ലെങ്കിൽ ആളെ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ സിസ്റ്റർ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ ഓർക്കുന്നു മേബിള് പറഞ്ഞല്ലേ, സുപ്പീരിയർ ആണ് ആളെ പീഡിയാട്രിക് വാർഡിലേക്ക് നിർത്തുന്നതും. അപ്പം പീഡിയാട്രിക് വാർഡില് അവിടെയും പക്ഷേ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉള്ളിടത്തായിരുന്നു ആൾക്ക് കൂടുതൽ അവർ പോസ്റ്റിംഗ് കൊടുത്തോണ്ടിരുന്നത്. ഡിഫ്തീരിയ അല്ലേ? ഡിഫ്തീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന പകരുന്ന രോഗമുണ്ടല്ലോ, വയറിളകിയൊക്കെ ഉള്ള. അപ്പൊ ആ രോഗമായിരുന്നു ആക്ച്വലി കുട്ടികളോ അങ്ങനെയുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാർഡിലായിരുന്നു ആള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ കോവിഡ് ടൈം, ഒരു മഹാമാരി കാലം അല്ലെ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത്. അത് തന്നെ എനിക്കും ഉണ്ടായ ഒരു അനുഭവം. എന്നെ കർത്താവ് സംരക്ഷിച്ച ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു കോവിഡ് വാർഡ് ഓപ്പൺ ചെയ്യാൻ സ്റ്റാർട്ടിങ് ടൈമാണ്. അതായത് ഇവിടെ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോവിഡ്. ആ സമയത്ത് ഇങ്ങനെ കോവിഡ് വാർഡ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാർഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തുടങ്ങുകയാണ് അവർ. അപ്പോൾ ഞങ്ങളുടെ വാർഡിൽ നിന്നും 2 പേരെ എടുത്തു. അപ്പോൾ അതിലൊരാൾ ഞാനായിരുന്നു. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എങ്ങനെ പോവും? കാരണം എൻ്റെ വാർഡിൽ കുറേ പേരുണ്ട്, ഫാമിലി ഇല്ലാത്തവരും ഒറ്റയ്ക്ക് നിൽക്കണവരൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ ദൈവമേ ഇവരൊക്കെ ഉണ്ടായിട്ട് എന്തിനാ എന്നെ എടുത്തത്? അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളന്ന് ചെറുതാണ്. എനിക്ക് അന്ന് 3 കുട്ടികളുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ആൾക്ക് 1 വയസ്സും പിന്നെ ഒരാൾക്ക് 3 വയസ്സും അങ്ങനെയാണ് പ്രായം. അപ്പോൾ അത് എനിക്ക് ഒട്ടും എന്താ പറയുക, ഞാൻ വീട്ടിലും ആകെ എല്ലാം കൂടി ചിന്തിച്ചിട്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ മാനേജറുടെ അടുത്ത് ഒരു മെയിലൊക്കെ വിളിച്ചു. പക്ഷേ എനിക്കൊരു റിപ്ലൈയും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ഞാൻ ഈശോയുടെ അടുത്ത് പോയി കരഞ്ഞു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഞാൻ ബൈബിളൊക്കെ തുറന്നപ്പോൾ എനിക്ക് കർത്താവിൻ്റെ സംരക്ഷണം കിട്ടിയത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ശരി ഇത് ഈശോയുടെ ആഗ്രഹമാണ്, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. ആ കോവിഡ് കാലം എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിൽ ആർക്കും ഒരു പരിയോ ചുമയോ ഒരു ഈവൻ സിക്ക് ലീവ് പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ വാർഡുകൾ എല്ലാവരും എടുത്തു. പക്ഷെ ഞാൻ ഓർത്തു, കാരണം അത്രയും കോവിഡുള്ള ഞങ്ങൾക്ക് ചില സമയത്ത് N95 മാസ്ക് ഒക്കെ ആണല്ലോ, ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സിസ്റ്റർ മരിയയ്ക്കും ഒരു ശക്തി കിട്ടിയത്. കാരണം അവൾ എല്ലാ വാർഡുകളിലും എവിടെ പോയാലും അവൾ തൊടുന്ന കുട്ടികളിൽ വരെ ആ മാറ്റം അവർക്ക് കാണാൻ സാധിച്ചായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഞാനിപ്പോ വായിച്ചപ്പോ ഇതിനകത്തും കണ്ടു ആ ഒരു രോഗികൾക്ക് ആള് നഴ്സിംഗ് ചേർന്നപ്പോഴും ആ ഒരു ആഗ്രഹമുണ്ട്, മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അത് ആള് പ്രവൃത്തിയിൽ നിന്നപ്പോഴും അതുണ്ടായിരുന്നു. ചിലപ്പോ ആ വലിയ മനസ്സായിരിക്കും ദൈവം മുന്നോട്ട് കണ്ടേ ഓരോന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സച്ചിന് നഴ്സിംഗ് വന്നപ്പോ ഇങ്ങനെ ഒരു നഴ്സിംഗ് കെയറിങ് ആറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ കെയറിങ് എന്നുള്ള ഒരു രീതിയിലാണോ വന്നേ? അതെ, അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടേക്കുന്ന എൻ്റെ 2 അമ്മൂമ്മമാരും നഴ്സുമാരാണ്. അതിൽ എൻ്റെ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പുള്ളിക്കാരി റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ കൂടെ ഇടയ്ക്ക് വെളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി ഏതെങ്കിലും വീട്ടിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുമോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ചെയ്തു കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും, അതും വേദനയില്ലാതെ വേദനിപ്പിക്കാതെയൊക്കെ ചെയ്തു എന്ന് ആൾക്കാർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ അതിങ്ങനെ വന്നത്. പിന്നെ ദൈവനിയോഗം പോലെ ഈ നഴ്സിംഗിൽ എത്തപ്പെടുകയും അങ്ങനെ ആയി. പിന്നെ എൻ്റെ വേറൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പം നമ്മുടെ ഫീൽഡിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഈ മെഡിക്കൽ ബോഡി തന്നെ നമ്മുടെ ഈ രാജ്യത്ത് വരുന്ന ആൾക്കാരെല്ലാവരും കുടുംബത്തോടു കൂടെയും അങ്ങനെയല്ല നമ്മളാരും ഇവിടെ എത്തിപ്പെടുന്നത്. എല്ലാവരും ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമോ വന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോഴത്തേക്ക് അവരെയൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മുടെ കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഒരു പ്രായമായ ഒരു അപ്പനെയോ അമ്മേനോ കണ്ടു കഴിഞ്ഞാൽ ഇതെന്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഇതെന്റെ സഹോദരനോ സഹോദരിയാണെന്നുള്ള രീതിയിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവരെ അങ്ങനെ നോക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറ്റ് ദി എൻഡ് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയൊരു കരുതൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സിസ്റ്റർ മരിയയുടെ കാര്യം ഇപ്പം സച്ചിൻ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുക, കരുതല് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് സിസ്റ്റർ മരിയയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അല്ലെ? വേൾഡ് വാറിന്റെ തീർച്ചയായിട്ടും അത് മുന്നോട്ടേക്ക് മേബിള് പറഞ്ഞപ്പോ ഞാൻ ഇത് ശ്രദ്ധിച്ചു. ഇത്രയും കുറവുകളുള്ള ഒരു വ്യക്തി ഇത്രയും ഒരു പ്രതിബന്ധങ്ങൾ നേരിട്ട് മുന്നോട്ട്, അതായത് നമ്മുടെ ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ഈ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഏറ്റവും മുൻനിരയിൽ വരേണ്ടി വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഹായുദ്ധത്തില് പെട്ട രോഗികളാകുന്ന വ്യക്തികളെ എല്ലാം കൊണ്ടുവരുന്ന, പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനായിട്ട് കൂടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു വലിയ മനസ്സ് സിസ്റ്റർ മരിയ കാണിച്ചിരുന്നു. അത് അവർക്ക് വലിയൊരു ആശ്വാസം ആവുകയും ചെയ്തു. അങ്ങനെ അതായത് ചുറ്റും ബോംബുകൾ വർഷിക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നിട്ടും അവിടെ പിടിച്ചു നിന്ന് വളരെ ധൈര്യത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ആ സമയത്ത് സിസ്റ്റർ എഴുതിയ ഒരു വാചകമുണ്ട്, അത് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഒന്നില്ലെങ്കിൽ ജീവൻ മരണം, അല്ലെങ്കിൽ ഭീകരത, എന്തുമായിക്കൊള്ളട്ടെ ദൈവമേ അങ്ങയുടെ ഹിതം ചെയ്യാൻ ഞാനിതാ. ഇങ്ങനെ ധൈര്യം, അത് സമ്മതിക്കണം നമ്മള്. ഒരു യുദ്ധത്തിന്റെ ഒക്കെ ഇടയ്ക്ക് അത്രയും ധൈര്യത്തോടെ നിന്ന് പറയാനും നിൽക്കാനും, അത് ബാക്കിയുള്ളവർ അത് ആളങ്ങനെ ചെയ്യുന്ന എത്ര പേര് വിചാരിക്കുന്നുണ്ടാവും. ശരിക്കും അതൊക്കെ നമുക്ക് എന്തൊരു പ്രചോദനം. അത് ദൈവത്തിൽ നിന്നൊരു ശക്തി നമുക്ക് വരും ആ സമയത്ത്. തീർച്ചയായിട്ടും. കോവിഡ് ടൈമിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കാരണം എൻ്റെ ഡെലിവറി ഈ കോവിഡിന്റെ ഒരു ടൈമിൽ തന്നെയായിരുന്നേ. അപ്പം ഞങ്ങൾ ഇതുപോലെ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ഡിസ്ചാർജും പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ കുഞ്ഞിനെ ഞാൻ ഉറക്കി തൊട്ടിലിൽ കിടത്തുന്നു. ഞാൻ ജസ്റ്റ് ഞാനും ഹസ്ബൻഡും ഇങ്ങനെ സംസാരിക്കിരിക്കെ തൊട്ടിലിൽ നിന്ന് പെട്ടെന്നൊരു സൗണ്ട് നോക്കുമ്പോൾ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ ചേച്ചി? അതുപോലെ ഈ തൊട്ടിലിന്റെ മോളിക്കടെയാണ് ഞാൻ നോക്കുമ്പം ഈ വൊമിറ്റ് ചെയ്യുന്നത് വരുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞങ്ങ് കളറങ്ങ് മാറി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആസ്പിറേറ്റഡ് ആയിന്ന്. പെട്ടെന്ന് എടുത്ത് പിന്നെ പുറത്ത് തട്ടി തുടങ്ങി. ഹസ്ബൻഡ് അന്നേരത്തേനും പിന്നെ ഡോക്ടേഴ്സിനെ വിളിക്കാൻ ആ ധൃതിപ്പെട്ടു പോയി. ദൈവകൃപയാൽ അവർ തിരിച്ചെത്തിയപ്പോഴേക്കും കൊച്ച് നോർമലുള്ള കളറിലേക്ക് അങ്ങ് മാറി വന്നു. നമ്മൾ ഫ്രീസ് ആവുന്ന ഒരു ടൈമാണ്. ദൈവത്തിന്റെ വലിയൊരു ശക്തി എനിക്ക് കിട്ടിയ പോലെയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഒരു 1.5 വർഷക്കാലം അവൾക്ക് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവൾക്ക് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അത് തന്നെ. അപ്പൊ ആദ്യത്തെ ഒരു 1.5 വർഷത്തോളം നമ്മൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുകളിലേക്കൂടെയാണ് കടന്നു പോയത്. പിന്നെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവളുടെ ആ വൊമിറ്റിങ്ങിന്റെ ആ ഒരു ഇത് കുറയുകയും പിന്നെ നോർമലായിട്ട് ഫുഡ് കഴിക്കാനും മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയി വരാനും ഉള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുത്തു. താങ്ക് ഗോഡ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, നമ്മുടെ സിസ്റ്റർ മരിയയുടെ ജീവിതത്തിലാണെങ്കിലും അവസാന കാലഘട്ടങ്ങളായപ്പോഴത്തേനും ആള് രോഗബാധിതയായിരുന്നു. അതായത് ആളെ ക്യാൻസർ ആയിരുന്നു ആൾക്കുണ്ടായിരുന്നത്. പക്ഷെ ആ ക്യാൻസറിന്റെ ഇടയ്ക്കും ആള് പറ്റാവുന്ന പോലെ ജോലിക്ക് വരികയും കാര്യങ്ങള് രോഗികളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം 34-ാമത്തെ വയസ്സിലാണ് അല്ലേ? 34-ാമത്തെ വയസ്സിലാണ് ആള് മരിക്കുന്നത്. അപ്പൊ മരിക്കുമ്പോൾ ക്യാൻസർ ആയിട്ട് തന്നെയാണ് ആള് മരിക്കുന്നതും. അപ്പം പിന്നീട് ആളുടെ ആ ഒരു ശുശ്രൂഷയെ കുറിച്ച് ആൾക്കാരെ ഏറ്റു പറയാനും എല്ലാം തുടങ്ങിയതും അതിനെ ആളെ കുറിച്ച് ഓർക്കാനും ഒക്കെ കൂടുതൽ തുടങ്ങി. കാരണം ആളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആളുടെ ഒരു പ്രസൻസ് കൊണ്ട്, അത് വളരെയധികം ആൾക്കാര് ആളെ കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആളെ 2ാമത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആയിട്ട് പോലും ഉപമിക്കുന്നുണ്ട് ശുശ്രൂഷ കൊണ്ടും. ഇപ്പൊ പറഞ്ഞ ഉത്തരവൊക്കെ ശരിയായി. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഈ ക്യാൻസർ വരുന്നത് അത്രത്തോളം സ്ട്രോങ് മൈൻഡായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, നമ്മള് കർത്താവിന്റെ കരുതൽ നമ്മൾ അറിയുമെന്ന്. നമ്മള് വീട്ടുകാര് പോലെ നമ്മൾ അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രോഗികളെ നമ്മൾ അങ്ങനെ ശുശ്രൂഷിച്ച് കഴിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസറിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മമ്മി നമ്മളുടെ കൂടെ തന്നെ ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം വിസിറ്റ് വിസാലുമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മമ്മി ചെറിയൊരു ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ 65 വയസ്സുള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എത്ര ആണേലും അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. ഡിസ്ചാർജ് നീ ഉദ്ദേശിച്ചത് എന്താ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. വജൈനൽ ഡിസ്ചാർജ് ആണോ? അതെ. ഓക്കെ. അങ്ങനെ. അപ്പൊ
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഒരു ഗൈനക്കോളജിസ്റ്റ്. അപ്പം പുള്ളിക്കാരി ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു. ഒരു ഡൗട്ട്, പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് തോന്നി. ഒറ്റ ഇടി പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ക്യാൻസർ ആയിരിക്കും. ഓക്കെ, ഇത് ക്യാൻസർ ആയിരിക്കും, അത് ചിലപ്പോൾ ഒരുപാട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരിക്കും, ഇനിയിപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്നും ചെയ്യാനായിട്ടുണ്ടായിരിക്കത്തില്ല, നീ എത്രയും പെട്ടെന്ന് മമ്മീനെ നാട്ടിൽ കൊണ്ടുപോവാ. ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ അത്ര ബ്ലണ്ട് ആയിട്ട് പറഞ്ഞു. പക്ഷെ അത് ആ ഡോക്ടറിന്റെ ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയാ, ഇതേ കണക്കൊരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരു നിമിഷമായിരുന്നു. ഓക്കെ, അത് കടന്നുപോയി. പിന്നീട് എന്താ പറയാ, നമ്മള് നാട്ടിലോട്ട് മമ്മീനെ തിരിച്ചു വിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ 2 മക്കളും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കാർക്കും നമ്മളുടെ ജോലി വിട്ടിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കാനായിട്ടുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു, ആ ഒരു സമയമല്ലായിരുന്നു അത്. അപ്പം പിന്നെ അടുത്ത എന്താന്നുള്ളൊരു വഴി മുട്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് പരിചയമുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എമർജൻസി റൂമിൽ അസസ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ വന്ന് എന്താ പറയാ, ഓരോ സ്റ്റെപ്പും ഇത് ചിലപ്പം ഇന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ അല്ലായിരിക്കാം, അത് ക്യാൻസർ ആയിരിക്കാം, അല്ലാതിരിക്കട്ടെ, എന്നാലും ഇങ്ങനെ ആണെങ്കിൽ, ഇത് ക്യാൻസർ ആണെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയാ ഓരോ സ്റ്റെപ്പും വിവരിച്ചു തരുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, കർത്താവേ, എനിക്ക് ഈ ഒരു ഡോക്ടറിന്റെ പരിചയമില്ല. അപ്പം ഈ രണ്ടാമത്തെ ആശുപത്രി പോകുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ആശ്രയം എന്ന് പറയാനായിട്ട് പരിശുദ്ധ ജപമാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ വേറെ ആരുടെങ്കിലും പോയെന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു സഹായം അഭ്യർത്ഥിക്കാനായിട്ടോ, അത് നമ്മുടെ ഈ ഒരു നാട്ടില് എന്താണ് അടുത്ത ചെയ്യേണ്ടതെന്നുള്ള അറിഞ്ഞൂടാതെ നിന്നു പോയ ഒരു അവസ്ഥയായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു. പക്ഷെ ആ ഒരു അസസ്മെന്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു, ഡയഗ്നോസിസ് ആയി. അപ്പം എന്നെ ഈ ഡയഗ്നോസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത എന്തായിരിക്കും സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്, അതും ഈ ഡോക്ടർ എന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച്, എന്നെ പരിചയമില്ലാത്തൊരു സ്ത്രീ എന്റെ കയ്യിൽ നിന്ന് നമ്പർ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച്, എന്നിട്ട് എന്നെ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കുമായിരുന്നു, അടുത്ത അപ്ഡേറ്റ് എന്താണ്, നീ എന്താണ് അടുത്ത ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുവായിരുന്നു. ഓരോ സ്റ്റെപ്പും എന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് തന്നെ നടന്നു. സർജറി കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് കീമോ ചെയ്തു. എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. എന്റെ കൂടെ നിന്ന്, എനിക്ക് മമ്മിയുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും എനിക്ക് നിന്ന് ചെയ്യാൻ പറ്റി. മമ്മി ടെൻഷൻ അടിച്ചോ ഈ ഡോക്ടറിന്റെ കൂടെ? ഇല്ല, മമ്മി എന്റെ അടുത്ത് വന്നപ്പോ ഈ അസസ്മെന്റിന്റെ സമയത്ത് മമ്മി എന്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഈ ഡോക്ടറിനെ അറിയാവോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് അറിയത്തില്ലമ്മ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്, ആ ഡോക്ടർ എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പരിശുദ്ധ ദൈവമാതാവ് വന്ന് എന്റെ അടുത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്ന കണക്കാ ഫീൽ ചെയ്തത്. അങ്ങനെ എന്റെ അടുത്ത് മമ്മി പറഞ്ഞത്. അപ്പൊ അന്ന് തൊട്ടേ മമ്മി അങ്ങനെ തന്നെയാ പറയുന്നത്. സുഖമായിട്ട് പുള്ളിക്കാരി എന്റെ കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയണം. അതിന്റെ വേറൊരു വശവും കൂടി ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മളെല്ലാം ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടേ ഈ നാട്ടിൽ ഇൻഷുറൻസ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ടാണ് അമ്മയ്ക്ക് ആ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയത്. കാരണം അമ്മ വിസിറ്റ് വിസയിലായിരുന്നു. അതും സച്ചിനെ ശരിക്കും പേടിപ്പിച്ച് കാണും. കാരണം എന്താ വെച്ചാൽ ആ ഒരു സാഹചര്യത്തിനെ കടന്ന് ആ ഒരു വശവും കൂടി ആലോചിക്കണം. അന്നേരം ഒരു കറക്റ്റ് ഗൈഡൻസോട് കൂടി ആ ഡോക്ടർ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത്, അത് സച്ചിൻ ചെയ്ത ഓരോ പ്രവൃത്തിക്കും ഉള്ള ഒരു കറക്റ്റായിട്ട് നമ്മൾക്കും ഒരു ഗൈഡൻസ് കിട്ടുമെന്ന് പറയുന്നതിന്റെ ഒരു വ്യക്തമായ തെളിവായിട്ട് ഇപ്പൊ അത് കേട്ടപ്പോ എനിക്ക് തോന്നി. സച്ചിൻ ഒരു തീരുമാനം എടുക്കുന്നതിലായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ തീരുമാനം എടുക്കണം എന്ന് നമുക്ക് തന്നെ അറിയത്തില്ലാത്ത നേരത്ത് നമ്മളൊന്ന് പകയ്ക്കുന്ന ഒരു സമയമാണത്. ആ നേരത്തെ ഒരാള് സഹായിക്കാൻ ഇന്നതൊക്കെ പറയുന്ന അത് ശരിക്കും ഭാഗ്യമാണ് കേട്ടോ. ഡിവൈൻ ഗൈഡൻസ് പോലെയാ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അതായത് ജപമാല ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന പറയണത്, പിന്നെ ദൈവം ഈശോയും മാതാവും കൂടി നമ്മളെ നടത്തിക്കോളും അല്ലേ. കണ്ടോ, ഇത്രയും ഒരു ഇത് കേട്ട് അമ്മ ശരിക്കും ഭയപ്പെടുക വേണ്ട സച്ചിന്റെ. പക്ഷെ സച്ചിന്റെ അമ്മയ്ക്ക് തോന്നി എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ദൈവമാതാവ് കൂടെ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. നമ്മള് കഥ പറഞ്ഞില്ലല്ലോ, എവിടെ എത്തി നമ്മുടെ കഥ? നമ്മുടെ കഥയ്ക്കകത്ത് ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവര് എത്ര നന്നായി സംസാരിക്കണമെന്നും ശുശ്രൂഷ ചെയ്യണമെന്നും ഇപ്പം സച്ചിൻ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിസ്റ്റർ മരിയയുടെ ജീവിതത്തിലാണെങ്കിൽ സിസ്റ്റർ മരിയ നല്ല ഒരു തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സിസ്റ്റർ മരിയക്ക് സാധിച്ചിരുന്നു.
സിസ്റ്റർ മരിയയുടെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ദിവസത്തിൽ അന്ന് സിസ്റ്റർ മരിയ ശുശ്രൂഷിച്ച രോഗികളുണ്ടായിരുന്നു, കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സത്യത്തിൽ എന്തൊരു ഒരു ദൈവാനുഗ്രഹം. അയ്യോ, അത് ഞാൻ ശരിക്കും വിചാരിക്കാറുണ്ട്, നമ്മളൊക്കെ ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും നമ്മളും വിശുദ്ധരായി ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ടു ബി എ സെയിന്റ് അല്ലേ? അപ്പൊ സിസ്റ്റർ മരിയ നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല ഉദാഹരണമായി, നല്ല മാതൃകയായി മുന്നിൽ നിൽക്കട്ടെ. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇത്രയും എന്നെക്കാളും നന്നായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ വളരെ ഹാപ്പി. നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അയ്യോ ചേച്ചി, ബ്രേക്ക് ടൈം കഴിഞ്ഞു. ഒരു മിനിറ്റ് പോലെ നമുക്ക് ഇനി അടുത്ത നഴ്സസ് പ്രയറിനല്ലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്തായാലും നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകും. തീർച്ചയായും. ഞങ്ങളുടെ സ്നേഹപിതാവായ ദൈവമേ, ഇന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഇങ്ങനൊരു ചെറിയ കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ മരിയ ബർട്ടിലിയെ കുറിച്ച് ഞങ്ങൾക്ക് സച്ചിനോട് സംസാരിക്കാൻ സാധിച്ചു. ഈശോയെ, അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ മരിയ ബർട്ടിലിയെ പോലെ ഞങ്ങളുടെ കുറവുകളിൽ ദൈവത്തിന്റെ കൃപ കണ്ടെത്താനും ഞങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിലെല്ലാം അങ്ങേ മഹത്വപ്പെടുത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി, ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന നഴ്സുമാരായി ആകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ മരിയ ബർട്ടിലിയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ മരിയ ബർട്ടില്ല രോഗികളോടും ആലംബഹീനരോടുമുള്ള അർപ്പണബോധത്തിൽ അവരെ ആഴത്തിൽ അറിയുകയും നിശബ്ദമായി സ്നേഹിക്കുകയും ചെയ്ത ഒരു നഴ്സായിരുന്നു. യുദ്ധങ്ങളുടെയും മഹാമാരിയുടെയും ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ അവർ തന്റെ രോഗികൾക്കായി നിലകൊണ്ടു. പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തഴയപ്പെട്ട, അവഗണിക്കപ്പെട്ട പരിചരണം ആവശ്യമായിരുന്ന രോഗികളുണ്ട് എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള നഴ്സുമാർ ജോലി തിരക്കിലും മാനസിക സമ്മർദ്ദത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാടുപെടുമ്പോൾ വിശുദ്ധ മരിയയുടെ ജീവിതം നമുക്കും ഓർത്തെടുക്കാം. വണങ്ങാൻ മാത്രമല്ല, ആത്മപരിശോധന നടത്താനും നമ്മുടെ നഴ്സിംഗ് എന്ന പ്രൊഫഷനിലുള്ള ദൈവവിളിയുടെ മഹത്വം ഓർമ്മിക്കാനും കൂടിയാവട്ടെ അത്. ഏറ്റവും സാധാരണമായ നിമിഷങ്ങളിലാണ് നമുക്ക് ഏറ്റവും അസാധാരണമായ പ്രചോദനം കണ്ടെത്താൻ കഴിയുന്നത്. ഒക്ടോബർ 20 ഫീസ്റ്റ് ആഘോഷിക്കുന്ന വിശുദ്ധ മരിയ ബർട്ടില്ല എല്ലാ നഴ്സുമാർക്കും ഒരു മാതൃകയും മധ്യസ്ഥയും പ്രചോദനവുമാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.